ക്യാൻസർ ചികിത്സാ രംഗത്ത് നിർണായക ചുവടുവയ്പായേക്കാവുന്ന കണ്ടുപിടുത്തവുമായി റഷ്യ. ക്യാൻസർ ചികിത്സയ്ക്കുള്ള വാക്സിൻ കണ്ടുപിടിച്ചിരിക്കുകയാണ് രാജ്യം. അടുത്ത വർഷം മുതൽ ക്യാൻസർ രോഗികൾക്ക് സൗജന്യമായി വാക്സിൻ വിതരണം ചെയ്യുമെന്നാണ് റഷ്യ അറിയിച്ചിരിക്കുന്നത്. ക്യാൻസർ പോലെ മാറാരോഗമെന്ന് വിധിയെഴുതിയ ഈ അസുഖത്തിന് വാക്സിൻ കണ്ടെത്തിയെങ്കിൽ അത് വലിയ സംഭവമാണ്. എന്താണെന്നറിയണ്ടേ? നോക്കാം. റഷ്യയിൽ ക്യാൻസർ രോഗികളുടെ എണ്ണം വർദ്ധിച്ചതോടെയാണ് ക്യാൻസറിനെ ഏതു വിധേനയും പിടിച്ചുകെട്ടാൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തീരുമാനിക്കുന്നത്. 2022 മാത്രം ഏതാണ്ട് റഷ്യയിൽ 6,30,000 കേസുകൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അതോടെ പുടിൻ നേരിട്ട് രംഗത്തെത്തി. ഈ വർഷം ഫെബ്രുവരിയിൽ അദ്ദേഹം സ്റ്റേറ്റ് ടെലിവിഷനിലൂടെ ഒരു പ്രഖ്യാപനം നടത്തി. ക്യാൻസറിന് മരുന്നെത്തിക്കുമെന്ന്. ആ പ്രഖ്യാപനം പാഴ്വാക്കായില്ലെന്നാണ് റഷ്യയിൽ നിന്ന് പുറത്തുവരുന്ന അവസാന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. ക്യാൻസറിനെതിരെ mRNA വാക്സിൻ വികസിപ്പിച്ചുവെന്നാണ് റഷ്യൻ ആരോഗ്യ മന്ത്രാലയം ഇന്നലെ പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് എങ്ങനെയാണെന്നല്ലേ? ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുകയാണ് ഈ mRNA വാക്സിനുകളുടെ രീതി. ശരീരത്തിന്റെ സ്വാഭാവിക പ്രതിരോധം വർദ്ധിപ്പിക്കുന്നതിലൂടെ വാക്സിനുകൾക്ക് ട്യൂമർ വളർച്ച മന്ദഗതിയിലാക്കാനും ക്യാൻസറിന്റെ ആവർത്തനം തടയാനും കഴിയും. റഷ്യൻ ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള റേഡിയോളജി മെഡിക്കൽ റിസർച്ച് സെന്റർ ജനറൽ ഡയറക്ടർ ആൻഡ്രേ കാപ്രിനാണ് ഈ വിവരം ലോകത്തെ അറിയിച്ചത്. വാക്സിന്റെ പ്രീ ക്ലിനിക്കൽ പരീക്ഷണങ്ങൾ പൂർത്തിയായിരിക്കുന്നുവെന്നും ഒരു റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഗമീലിയ നാഷണൽ റിസർച്ച് സെന്റർ ഫോർ എപ്പിഡമിയോളജി ആൻഡ് മൈക്രോബയോളജിയുടെ ഡയറക്ടർ അലക്സാണ്ടർ ഗിൻസ്ബർഗ് ആണ് ഈ പ്രീ ക്ലിനിക്കൽ പരീക്ഷണങ്ങൾ പൂർത്തിയായ വിവരവും അറിയിച്ചിരിക്കുന്നത്. ഇതിന്റെ പ്രവർത്തനം ട്യൂമറുകളുടെ വളർച്ച തടഞ്ഞ് മറ്റൊരിടത്ത് പുതുതായി പ്രത്യക്ഷപ്പെടാതെ ഇരുത്തും. അതുപോലെ തന്നെ ഇത് തടയാൻ ഈ വാക്സിൻ പര്യാപ്തമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പക്ഷേ ഏത് ക്യാൻസറിനുള്ള വാക്സിനാണ് വികസിപ്പിച്ചിരിക്കുന്നതെന്ന് റഷ്യ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. എന്തായാലും പൊതുജനങ്ങൾക്ക് നേരിട്ട് നൽകാതെ ക്യാൻസർ രോഗികളുടെ ചികിത്സയ്ക്കായാണ് വാക്സിൻ ഉപയോഗിക്കുക എന്നാണ് റിപ്പോർട്ടുകൾ വെളിവാക്കുന്നത്. വാക്സിന്റെ പേരുൾപ്പെടെയുള്ള കൂടുതൽ വിവരങ്ങളും റഷ്യ പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ അടുത്ത വർഷം ആദ്യം തന്നെ വാക്സിൻ സൗജന്യമായി ജനങ്ങൾക്ക് ലഭിക്കും.